അപ്പോൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്കിൻ കെയർ റൂട്ടീന് നിങ്ങൾക്ക് കുറച്ച് ടിപ്സും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടൈമിൽ, അതായത് ഞാൻ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് +2 പഠിക്കുന്ന സമയത്താണ് സിൻസിയറായിട്ട് പറയുന്നത്. കാരണം അതിന് മുമ്പ് നമ്മളങ്ങനെ വലിയ സ്കിൻ കെയർ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കത്തില്ല. മെയിനായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ DIY കടലമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം ഞാൻ എൻ്റെ സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. അല്ലാത്ത പ്രൊഡക്ട്സിനെക്കാട്ടി നല്ലപോലെ DIY ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, കുറേയൊക്കെ എല്ലാം സക്സസ് ആയിട്ടില്ല. കുറേയൊക്കെ ഫ്ലോപ്പ് ആയിട്ട് എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നിർത്തിയില്ല. പിന്നെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് എൻ്റെ സ്കിന്നിന് പറ്റിയ കുറേ DIY ഒക്കെ കണ്ടുപിടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്കിൻ കെയർ റുട്ടീൻ പറഞ്ഞുതരാം. മെയിനായിട്ട് അതായത് ഞാൻ MSc പഠിക്കുന്ന സമയത്താണ്. അന്നേരം കോളേജിൽ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് മെയിനായിട്ട് ഉച്ചയ്ക്ക് അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ. അപ്പോൾ ഫുഡ് കഴിക്കാൻ മുമ്പ് കുടയൊന്നും എടുക്കാതെ ഫേസ് ഫുള്ള് ടാൻ അടിച്ച്, എനിക്ക് അങ്ങനെയാണ് ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് എൻ്റെ സ്കിന്ന് മൊത്തത്തിൽ പോയത്. അങ്ങനെ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതാണ്. കുറേ പ്രൊഡക്ട്സ് എന്ന് വെച്ചില്ല, 3 പ്രൊഡക്ട്സ്. ഇത് ഫസ്റ്റ് വണ്ണാണ് ഈ ഫേസ് വാഷ്. ഇപ്പോൾ പലരും ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് മാറ്റിയിട്ട് ഇതൊരു ബെറ്റർ ചോയ്സ് തന്നെയാണ്. പക്ഷേ ഞാനൊരു 10th പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു, 2 സൈഡിലും. അതായത് പസ് ഫിൽഡ് അല്ലാത്ത പിമ്പിൾസ് ഉണ്ടായിരുന്നു 2 സൈഡിലും. ഈ പ്രേം മൂവിയൊക്കെ ഇറങ്ങിയ സമയത്ത് അപ്പം മലറിൻ്റെ കുട്ടി, ഞാൻ 10th പഠിക്കുന്ന സമയത്ത് അവൾമാർ പറയായിരുന്നു ഇങ്ങനെ മലറിൻ്റെ കുട്ടി 2 സൈഡിൽ ചുമന്നിരിക്കുമായിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, മുഖത്ത് നോക്കുമ്പോൾ മുഖം ഇങ്ങനെ ബ്ലഷ് അടിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു പുഴു മതിയായിരുന്നു. ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞതാണ് ജോബീസിൻ്റെ പ്രൊഡക്റ്റ് നെയിം ഫേസ് വാഷ്. ഞാൻ 10th തൊട്ട് ഇതാണ്ട് ഇപ്പം വരെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഒരു പിമ്പിൾ വന്നാലും ഇതൊന്ന് ഇട്ടാൽ മതി, 2ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പിമ്പിൾ അങ്ങ് പൊയ്ക്കോളും. അവിടെ ആക്നെ മാർക്കോ ഒന്നും വരത്തില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ പിന്നെ റീപർച്ചേസ് ചെയ്യുന്നതാണ്. ഇത് എനിക്ക് വർക്ക് ആയതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ളൊരു ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പം ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷ് MSc പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഈ ഫേസ് വാഷും ഒരു 5-6 DIY ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതുമായിരുന്നു എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. അത് കഴിഞ്ഞൊരു മാറ്റം വരും. ഈവൻ ഞാൻ മോയ്സ്ചറൈസർ പുരട്ടില്ല, ലിപ് ബാം പുരട്ടില്ല, സൺസ്ക്രീൻ പുരട്ടില്ല, എന്തിനു പറഞ്ഞ് ലിപ്സ്റ്റിക്ക് പോലും ഞാൻ പുരട്ടില്ല. ഇതിനെല്ലാം എനിക്ക് എൻ്റെ മൈൻഡ് മാറ്റിയെന്ന് പറയുമ്പോൾ MScക്ക് ഞാൻ പോയതാണ്. കാരണം MScക്ക് പോയി നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് DIY ചെയ്യാനൊക്കെ താല്പര്യം. കാരണം കുറേ സാധനമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാമായിരുന്നു. ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം കോളേജിൽ നിന്ന് വന്നാൽ കട്ടിലേ പോയി അങ്ങനെ ഞാൻ കിടക്കും. എൻ്റെ ഫുഡ് കഴിക്കാൻ എനിക്ക് അത് കഴിഞ്ഞ് കട്ടിലേ പോയി നിന്ന് കിടക്കും. എനിക്ക് ഇതായിരുന്നു മെയിനായിട്ട് ഹോസ്റ്റലിലെ പണി, ചെയ്യാൻ തന്നെ മടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി എൻ്റെ സ്കിന്ന് നല്ല പോലെ വേഴ്സായി. അപ്പം ഞാൻ കുറേ DIY ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സ്കിന്നും പഴയ പോലെ ആക്കാൻ പറ്റി. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇന്ന് വന്ന പിമ്പിൾസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പസ്സായിട്ടായിട്ടുള്ള പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അത് ആക്നെ സ്കാർസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നായിട്ട് നല്ല പോർസ് ഉണ്ട്, ഓപ്പൺ പോർസ് ഉണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്ത സാധനമാണ് ഈ സെറം എന്ന് പറയുന്നത്. ഇത് ഡംഡോക്കിൻ്റെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇത് ഡംഡോക്കിൻ്റെ സെറാണ്. 10% നയാസിനമൈഡ്. ഞാൻ ഫസ്റ്റ് നയാസിനമൈഡിൻ്റെ സെറം വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ നയാസിനമൈഡ് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ, അതായത് ഫുള്ളായിട്ട് മായാൻ പറ്റത്തില്ല, ജസ്റ്റ് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് ഡെർമാക്കോയുടെ ആയിരുന്നു. പക്ഷേ എനിക്ക് ആ ഡെർമാക്കോയുടെ വാങ്ങിച്ചിട്ട് സ്യൂട്ടായില്ല. ഫേസിൽ കുഞ്ഞു ബംസ് വരുന്ന പോലെ തോന്നി. അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണിത്. ഇതെന്ന് പറയുന്നത് ഒരു ഫുള്ളി ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കണ്ടിന്യൂസ് എല്ലാ ദിവസവും നമ്മൾ ഡേ ആൻഡ് നൈറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഓവറോൾ ഹെൽത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പോർസൊക്കെ ചെറുതായിട്ട് ഷ്രിങ്ക് ചെയ്യുന്നതിനോട് തോന്നുന്നുണ്ട്. ഞാൻ ഇത് വാങ്ങിച്ചാണ് ഈ സെറം. നിങ്ങൾക്ക് സ്കിന്നിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സെറം വാങ്ങിക്കുകയും ചെയ്യില്ലെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വെറുതെ നമുക്ക് കുറേ പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ള സാധനം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ തന്നെ സ്കിന്നിന് ഒരു മാറ്റം വരും. ഞാൻ അങ്ങനെ വാങ്ങിച്ച സാധനമാണ് ഈ സെറം എന്ന് പറയുന്നത്. ഈ ഓപ്പൺ പോർസ് ഒന്ന് കുറയ്ക്കാനായിട്ട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രസൻസിൽ എടുക്കുന്ന സമയത്ത് ഇതൊന്നും അറിയത്തില്ല. അല്ലാതെ നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിൽ ഇതുപോലെ ഓപ്പൺ പോർസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ട്. നമ്മളത് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ഭയങ്കര ലൈറ്റിൻ്റെ ഇതിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഇതൊന്നും അറിയാത്തതാണ്. അപ്പോൾ ആരുടെയും അങ്ങനെ പെർഫെക്റ്റ് സ്കിന്നായിട്ടില്ല. നമ്മുടെ സ്കിന്നിനെ പെർഫെക്റ്റ് ആക്കി, അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ തിരിച്ച്
നമ്മുടെ പെർഫെക്റ്റ് സ്കിന്നാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഗ്ലോയിങ് സ്കിന്നാക്കി മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്ത സാധനമാണ് ഈ സെറം. പിന്നെയാണ് മോയ്സ്ചറൈസർ. ഇതെനിക്ക് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത മോയ്സ്ചറൈസറാണ് AC Mistൻ്റെ ക്രീം ജെല്ല്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് എനിക്ക് വർക്കാകുന്നത്. ഞാൻ അക്വാലോജിക്കയുടെ വാങ്ങിച്ചായിരുന്നു, അതെനിക്ക് വർക്കായില്ല, ഫേസ് ഡള്ളാവുന്നതിനോട്ട് തോന്നി. ഞാൻ ഡോക്ടറിനെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് AC Mist. ഇത് ഓയിലി സ്കിന്നിൽ ആക്നെ പ്രോൺ സ്കിന്നിന് യൂസ് ആക്കാൻ പറ്റും. അതുപോലെ ഇത് നോൺ കൊമിഡോജനിക് ആണ്. അതായത് ഓയിലി സ്കിൻകാരാണെങ്കിലും നമ്മൾ ഏത് സ്കിൻ ടൈപ്പുകാരാണെങ്കിലും മെയിനായിട്ട് നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള സാധനം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഇത് നമ്മുടെ പോർസിനെ ഒന്ന് ക്ലോഗ് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. വളരെ കുറച്ചെടുത്താൽ ഇത് ഞാൻ നിങ്ങളുടെ കോമ്പിനേഷൻ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക, നല്ലതാണ് കേട്ടോ. ചെമ്പായിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നില്ല. ഇത് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഒരു പീസ് സൈസ് എമൗണ്ട് എടുത്താൽ മതി മോയ്സ്ചറൈസർ. ഇത് പിന്നെ എൻ്റെ സ്കിൻ കെയർ ലാസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ സൺസ്ക്രീൻ. ഓക്കെ, ഇപ്പം ഒഴിവാക്കാൻ പറ്റാത്ത സാധനം. എന്നാൽ ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 years ആയതേ ഉള്ളൂ. അതായത് MSc സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ടൈം തൊട്ട് ഈ ടൈം വരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡോക്കിൻ്റെ ഒരു പർപ്പിൾ സൺസ്ക്രീൻ ആണെന്ന്. നമ്മുടെ സ്കിന്നിന് എന്താണ്, നമ്മൾ ഈ വെയിലത്തോട്ടൊക്കെ ഇറങ്ങി കഴിയും. പണ്ട് ഞാൻ സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞോണ്ട് മുഖമൊക്കെ ഭയങ്കര ചൂട്, നമ്മുടെ മുഖത്തിനകത്തോട്ട് സൂര്യപ്രകാശം അടിക്കുന്ന പോലെ ഫീൽ ചെയ്യുകയാണ്. അപ്പം അന്ന് ഞാൻ അവർക്കും എന്തോ നമ്മൾ അന്നേരം അത്ര കാര്യമാക്കത്തില്ല, എന്തോ വെയിലായതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പോയി. വീട്ടിൽ വരുമ്പോൾ ടാൻ ആവുകയാണെങ്കിൽ വലിയ DIY ചെയ്തു, അത് മാറ്റിക്കളെ. പിന്നെയാണ് എപ്പോഴും നമുക്ക് വന്ന് DIY ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ, സൺസ്ക്രീൻ വേണം, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് സാധനം. നിങ്ങളൊരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്യൂട്ടാവും. കാരണം ഇത് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഇത് നല്ലപോലെ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡാർക്ക് കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതൊരു പർപ്പിൾ ടിൻ്റായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടി ഡാർക്ക് പാച്ചി ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്തേക്കാം. നിങ്ങൾക്ക് സ്കിൻ ടൈപ്പിന് പറ്റുന്ന വേറൊരു സൺസ്ക്രീൻ യൂസ് ചെയ്ത്, അല്ലാത്തവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ്. ഇത് ഇത്രയുള്ള എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. 50% സ്കിൻ കെയർ പ്രൊഡക്ട്സ് വെച്ചും ബാക്കി 50% DIY വെച്ചുമാണ് എൻ്റെ ഫേസ് ഞാൻ ഇത് ചെയ്യുന്നത്, സ്കിൻ കെയർ ചെയ്യുന്നത്. അതിലെനിക്ക് ഏറ്റവും സഹായിച്ച ഒരു DIY ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾക്ക് അരിപ്പൊടി ഇല്ലേ, അരിപ്പൊടി കുറച്ച് കടലമാവും എടുത്തിട്ട് നിങ്ങൾ തൈരിൽ, ഡ്രൈ സ്കിൻ ആണെങ്കിൽ തൈരോ പാലോ യൂസ് ചെയ്യാം, ഓയിൽ സ്കിൻ ആണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് പെരട്ട് കണ്ടിന്യൂസ് ഡേ ഞാൻ പെരട്ടുമെന്ന് എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് തരിതരിയായിട്ടുള്ള അരിപ്പൊടി എടുക്കുക, അതായത് സോഫ്റ്റ് അരിപ്പൊടി കുറച്ച് കടലമാവ് എടുത്ത് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് നല്ലപോലെ വർക്കാവുന്നൊരു DIY ആണ് അത്. രണ്ടാമത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ള DIY എന്ന് പറയുന്നത് നമ്മുടെ ഓട്സ് ഇല്ലേ, അത് കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം ഓട്സ് വീട്ടിൽ കഴിക്കാൻ വാങ്ങിച്ച് വെക്കുന്നത് സ്കിന്നിൽ പരട്ടിയാൽ വീട്ടിൽ നമുക്ക് കേൾക്കും. അതുകൊണ്ട് അത് ഞാൻ ചിലപ്പോൾ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അത് നല്ലപോലെ വർക്കാവുന്നതായിട്ടാണ്. കുറച്ച് ഓട്സ് എടുത്ത് പൊടിച്ചിട്ട് അത് ഞാൻ തൈരിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ നല്ലപോലെ പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫേസ് ഒന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുക. അത് നല്ലപോലെ വർക്കാവുന്നൊരു DIY ആണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് വർക്കായിട്ടുള്ള ഞാൻ കുറേ എൻ്റെ ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തതാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. പിന്നെ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തക്കാളി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഇതുപോലെ അരിപ്പൊടി വേറെ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് തക്കാളി നീര് കുറച്ചെടുത്തിട്ട് നിങ്ങളൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് ആക്നെ പ്രോൺ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ കുറിച്ച് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇറിറ്റേഷൻ കോഴ്സ് ചെയ്യാൻ കാരണമാവും. അപ്പോൾ ആക്നെ പ്രോൺ ഉള്ളവരാണെങ്കിൽ ടൊമാറ്റോ ജ്യൂസ് എടുത്ത് ഇങ്ങനെ DIY ചെയ്യേണ്ട. അല്ലാത്തവർക്കാണെങ്കിൽ DIY ട്രൈ ചെയ്യാം. ടൊമാറ്റോ ജ്യൂസ്, തക്കാളി നീരിലോട്ട് കുറച്ച് കടലമാവ്, ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ കുറച്ച് കടലമാവ് എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഏത് DIY ചെയ്താലും, ഇപ്പം ഞാൻ പറയുന്ന DIY ആണെങ്കിൽ ഏത് DIY നിങ്ങൾ ചെയ്താലും, ഇപ്പം നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കടലമാവ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ആ ഒരു എമൗണ്ടിൽ മാത്രം കടലമാവ് എടുക്കുക. അപ്പം നമ്മുടെ സ്കിൻ കൺസേൺ, നമ്മുടെ സ്കിന്നിന് ഏത് പ്രൊഡക്റ്റ്സ് ആണോ ചേരുന്നത് അത് മാത്രം എടുത്ത് നിങ്ങൾ DIY ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ വേറെ വീഡിയോസിനെ അപ്ലോഡ് ചെയ്യാൻ ചാനൽ, അപ്പം എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.